വിസിറ്റിന് വന്ന കൂട്ടുകാരന് വണ്ടിന്റെ സെറ്റപ്പ് ഒക്കെ ഒന്ന് കണ്ടപ്പോൾ SOS ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതാ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കോള് വന്നപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. പിന്നെ അർബാബ് വന്നത് 300 ദിർഹംസിന്റെ ഫൈനുള്ള ഒരു കുറുക്കല്യാണ കത്തേറ്റാ. SOS ബട്ടന് പ്രസ് ചെയ്തിട്ട് എനിക്കുണ്ടായ ഒരു പ്രശ്നം ഞാൻ ടിക്ടോക്കിലൂടെ ഷെയർ ചെയ്തിരുന്നു. സെറ്റിങ്സ് ഒക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതാ. അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു സ്വിച്ച് ഉണ്ട്, ഒരു കോളിന്റെ എംബ്ലൊക്കെ ഉണ്ട് അവിടെ. ഞാൻ വണ്ടിയിലെ ബ്ലൂടൂത്തും മൊബൈലിന്റെ ബ്ലൂടൂത്തും ബന്ധിപ്പിച്ചതിന് ശേഷം വെറുതെ ഒന്നിങ്ങനെ ടച്ച്. അപ്പൊ അതിൽ വന്നൊരു കമന്റ്സ് ആണിത്. ചേട്ടൻ പറഞ്ഞ് വളരെ ശരിയാണ്, എന്റെ അയൽവാസിക്ക് ഇതുപോലെ കിട്ടി 300 ദിർഹംസ്. അവിടെ നിന്ന് ഹലോ ചോദിച്ചപ്പോൾ ഇവർ റിപ്ലൈ ഒന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് അയച്ചു, എഴുതിയത് ശരിയാണോ, തമാശയായിട്ടാണോ അതോ കാര്യമായിട്ടാണോ പറഞ്ഞതെന്ന്. അപ്പൊ അയാൾ പറഞ്ഞത്, ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ല, കാര്യമായിട്ട് പറഞ്ഞ എന്റെ സ്നേഹിതന് കിട്ടിയതാണ് 300 ദിർഹംസ് എന്ന്. അയാളെ സംഭവം പറഞ്ഞത് അയാളെ കൂട്ടുകാരനും പിന്നെ വിസിറ്റിന് വന്ന ആളും കൂടി യാത്ര ചെയ്യായിരുന്നു. അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ SOS ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഇതേപോലെ അപ്പുറത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കോള് വന്നപ്പോൾ ഡ്രൈവർക്കും അറിയില്ല ഇത് എവിടുന്നാ വന്നതെന്നുള്ളത്, അതേപോലെ കൂടെ ഇരിക്കേണ്ട ആൾക്കും അറിയില്ല. ഇവരാകെ പേടിച്ചു, ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പിന്നെ അവിടുന്ന് ചോദിക്കേണ്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇവരൊന്നും പറഞ്ഞില്ല. പേടിച്ചു, എന്താണ് സംഭവം, ഇത് എവിടുന്ന് വരേണ്ട ഒരു ഐഡിയയും കിട്ടുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ ഈ വിളിച്ച ആൾക്കാർ തന്നാലും അത് ഓഫ് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അർബാബ് വന്നാണ്ട് പറഞ്ഞു, ഇതാ ഒരു 300 ദിർഹംസിന്റെ ഫൈന് വന്നിട്ടുണ്ട്, SOS ബട്ടൺ പ്രസ് ചെയ്തതിൻ്റെയാണ്, അവരെ ടൈം വേസ്റ്റ് ആക്കിയതിനാണ് ഈ 300 ദിർഹംസ് ഫൈന്, അത് നിങ്ങൾ തന്നെ അടച്ചോളി എന്ന് പറഞ്ഞിട്ട് അയാളെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്തു എന്നാ പറഞ്ഞത്. ഒന്ന് ശ്രദ്ധിച്ചോളി, UAE ഈ ഫൈനുള്ളത് വല്ലാതെ ആർക്കും അറിയില്ല എന്നാ തോന്നുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടേ ChatGPT പോയിട്ട് SOSന്റെ ഒരു പ്രോംപ്റ്റ് ഇട്ടു. അപ്പോൾ ChatGPT തന്ന ഉത്തരാണിത്. കാറിന്റെ SOS സംവിധാനം എന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം വിളിക്കാനുള്ള എമർജൻസി കോൾ സിസ്റ്റമാണ്. ഇത് സാധാരണ E-സെൽ എന്നും പറയാറുണ്ട്. യൂറോപ്യൻ യൂണിയൻ, മിഡിൽ ഈസ്റ്റ്, UAE ഉൾപ്പെടെ പല രാജ്യങ്ങളിലും പുതിയ കാറുകളിൽ നിർബന്ധമായും ഉണ്ടാകുന്ന ഒരു സുരക്ഷാ സംവിധാനമാണിത്. ഇത് എന്തിനാണ്? ആപത്തിൽ സഹായത്തിന് വിളിക്കാൻ, അതായത് ആക്സിഡന്റ്, വാഹനത്തിൽ തീപിടുത്തം, ഗുരുതരമായ അസുഖം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അടിയന്തരാവസ്ഥ ഉണ്ടായാൽ ഉടൻ അടിയന്തര സേവനങ്ങൾക്ക് പോലീസ് അല്ലെങ്കിൽ ആംബുലൻസ് അല്ലെങ്കിൽ ഫയർഫോഴ്സ് വിവരം എത്തിക്കാൻ, സ്ഥാനം അറിയിക്കാൻ വാഹനം GPS വഴി കൃത്യമായ ലൊക്കേഷൻ അടിയന്തര സേവനങ്ങൾക്ക് അയക്കും, ജീവൻ രക്ഷിക്കാനുള്ള സമയം കുറക്കാൻ, പ്രത്യേകിച്ച് റോഡുകളിൽ അപകടം സംഭവിച്ച് ആരും സമീപത്തില്ലാത്തപ്പോൾ രക്ഷാപ്രവർത്തനം വൈകാതിരിക്കാനാണ് ഇതിന്റെ സേവനം. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒന്ന്, മാനുവൽ മോഡ്. നിങ്ങൾ അമർത്തുമ്പോൾ ഡാഷ്ബോർഡിലോ മുകളിലോ SOS ബട്ടൺ ഉണ്ടാകും. അമർത്തുമ്പോൾ വാഹനത്തിലെ കമ്മ്യൂണിക്കേഷൻ ഷെഡ്യൂള്, കോൾ സെന്ററിലോ നേരിട്ട് അടിയന്തര സേവനങ്ങളിലോ ബന്ധപ്പെടും. ഓപ്പറേറ്റർ ഈ കോൾ എടുക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥയെ ചോദിച്ച് ആവശ്യമായ റെസ്ക്യൂ ടീം അയക്കും. 2, ഓട്ടോമാറ്റിക് മോഡ്, സ്വയം പ്രവർത്തനം. വലിയ അപകടം, അതായത് എയർ ബാഗ് തുറക്കുക, കനത്ത ഇമ്പാക്റ്റ് സംഭവിക്കുമ്പോൾ SOS സിസ്റ്റം സ്വയം അടിയന്തര കോളും ലൊക്കേഷൻ ഡാറ്റയും അയക്കും. നിങ്ങൾ പ്രതികരിക്കാതെ പോയാലും അവർ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി റെസ്ക്യൂ അയക്കും. 2021 മുതൽ UAE വന്ന എല്ലാ പുതിയ കാറുകളിലും ഈ സിസ്റ്റം നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, SOS ബട്ടൺ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ പ്രസ് ചെയ്യണ്ട. അഥവാ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ആൻസർ സോറി എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാണ്ട് ബൈ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കണ്ടോ ഒഴിവാവുക. അല്ലാന്നുണ്ടെങ്കിൽ 300 ദിർഹംസ് ഫൈന് വരും.